നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കടുത്ത ശിക്ഷാ നടപടികൾ പിന്തുടരുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. രാജ്യത്ത് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും വിലക്കുകളും മറികടന്നാൽ കനത്ത തടവും പിഴയുമാണ് ശിക്ഷയായി വിധിക്കുന്നത്. അത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് സൗദി. ജനസംഖ്യാ സെൻസസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തുകയോ പുറത്തുവിടുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നാണ് താക്കീത് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത്തരം വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് കനത്ത ശിക്ഷാ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3 മാസം വരെ തടവും 1000 റിയാൽ വരെ പിഴയും ലഭിക്കുമെന്നും ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് കുറ്റകൃത്യമാണെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനറൽ സ്റ്റാറ്റിസ്റ്റിക്സ് സിസ്റ്റത്തിന്റെ ആർട്ടിക്കിൾ 13 പ്രകാരമാണ് ഇത് കുറ്റകൃത്യമായി മാറുന്നത്. സ്ഥിതിവിവരക്കണക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും പൂർണ്ണമായ രഹസ്യാത്മകത സൂക്ഷിക്കേണ്ടതാണ്. ഇവ വെളിപ്പെടുത്തുന്നതോ ഏതെങ്കിലും വ്യക്തിക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ കൈമാറുന്നതും നിരോധിച്ചിരിക്കുകയാണെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. മെയ് 25 വരെയായിരുന്നു സൗദിയിൽ നടന്നു വന്നിരുന്ന ദേശീയ ജനസംഖ്യാ സെൻസസിൽ ഓൺലൈനായി വിവരങ്ങൾ നൽകാനുള്ള അവസരം ഉണ്ടായിരുന്നത്. സെൻസസ് അതോറിറ്റി ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമായി അറിയിച്ചിരുന്നു. വിവരങ്ങൾ നൽകാനുള്ള അവസാന തീയതി കഴിഞ്ഞതോടെ അതിനുശേഷം എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി ആരംഭിക്കുമെന്ന് അതോറിറ്റി വക്താവ് മുഹമ്മദ് അൽദുഖൈനി വ്യക്തമാക്കി. സെൽഫ് എന്യൂമറേഷൻ വഴി സ്വദേശികൾക്കും പ്രവാസികൾക്കും എളുപ്പത്തിൽ സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് എവിടെ വെച്ച് വേണമെങ്കിലും സെൻസസ് വിവരങ്ങൾ നൽകാനുള്ള അവസരം ഏർപ്പെടുത്തിയിരുന്നു. സൗദി സെൻസസ് 2022 എന്ന ഓൺലൈൻ പോർട്ടലിലെ survey.saudicensus.sa/en എന്ന ലിങ്ക് വഴിയാണ് ഇതിന് സൗകര്യമൊരുക്കിയത്. അറബി അല്ലാത്ത ഭാഷകളിലും ഓൺലൈൻ സേവനം ലഭ്യമായിരുന്നു. വിവിധ ഷോപ്പിംഗ് സെന്ററുകളിലും ഇതിനുള്ള സൗകര്യം ഒരുക്കുകയും സംശയ നിവാരണത്തിന് ഇവിടെ ഉദ്യോഗസ്ഥരുടെ സഹായവും സജ്ജീകരിച്ചിരുന്നു. 2010 ഇതിനു മുൻപ് ജനസംഖ്യ പാർപ്പിട സെൻസസ് രാജ്യത്ത് നടന്നത്. സൗദിയിൽ 5ാമത്തെ സെൻസസ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ വലിയ വർധനവുണ്ടായതായാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ഈ വർഷം ഡിസംബർ 31 മുൻപായി സെൻസസ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. വനിതാ എന്യൂമറേറ്റർമാരെ സെൻസസ് വിവരങ്ങൾ ശേഖരിക്കാൻ നിയോഗിച്ചുവെന്നതും ഇത്തവണത്തെ സവിശേഷതയാണെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.